ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ്. ടൊയോറ്റ വണ്ടികൾ പൊതുവെ മറ്റുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ച് കംപ്ലൈൻറ്റുകൾ കുറവാണ്. ബ്രേക്ക് ഡൗണുകൾ ടൊയോറ്റ വണ്ടികളെ സംബന്ധിച്ച് ബ്രേക്ക് ഡൗൺസ് വളരെ റെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്കൊരു ടൊയോറ്റ ഇന്നോവ ഒരു ബ്രേക്ക് ഡൗൺ കേസ് വന്നിട്ടുണ്ട്. നമുക്ക് പോയി ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു വണ്ടിയുടെ ഫോൾട്ട് അല്ലേ? നമുക്ക് നേരിട്ട് പോയി ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഫോൾട്ട് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് റെക്ടിഫൈ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ സൈറ്റിലെത്തി. അപ്പോൾ ഈ കാണുന്ന പോലെ 1,29,000 കിലോമീറ്റർ ഓടിയേക്കുന്ന ഒരു ഇന്നോവയാണ്. ടൊയോറ്റയെ സംബന്ധിച്ച് അതൊരു കിലോമീറ്ററേ അല്ല. പിന്നെ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടി സെൽഫ് എടുക്കുന്നുണ്ട്, സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ആണ്. സെൽഫ് എടുക്കും, പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ സെക്കൻഡ് കീ ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് കീ ഇട്ടിട്ടും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യുക. കാരണം കീയുടെ സെൻസറൊക്കെ കേടായാലും ഇതേ കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ മെയിൻലി ഇന്നോവയുടെ കേസിൽ നമ്മൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സെക്യൂരിറ്റിയുടെ ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ലൈറ്റ് നമ്മൾ ഇഗ്നീഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് കെട്ട് പോകേണ്ടതാണ്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ അത് സംഭവം പിന്നെയും ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. കീ ഓൺ ആക്കിയതിന് ശേഷവും അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കീ ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ആ ലൈറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് സെൽഫ് അടിച്ച് നോക്കാം. സെൽഫ് അടിക്കുമ്പോൾ നമുക്ക് കാണാം വണ്ടി സെൽഫ് എടുക്കുന്നുണ്ട്, പക്ഷേ സ്റ്റാർട്ട് ആവത്തില്ല. ഒരു അറ്റംപ്റ്റ് കൂടി നമുക്ക് നടത്തി നോക്കാം. വീണ്ടും ഇതേപോലെ സെൽഫ് എടുക്കുന്നു, പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ആക്ച്വലി കംപ്ലയിൻറ്റ്. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇത് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ സ്കാനിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും ഇഞ്ചൻ കൺട്രോൾ മോഡ്യൂളിൽ ഫോൾട്ട് 3 ഫോൾട്ട്സ് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇമ്മൊബിലൈസറിൽ ചെക്ക് ചെയ്യുന്നു. ഇമ്മൊബിലൈസറിൽ ഒരു ഫോൾട്ട് കാണിക്കുന്നുണ്ട്. ഇറ്റ് മീൻസ് ഇതിനകത്ത് ഫോൾട്ട് ഉണ്ട്. ഇമ്മൊബിലൈസർ റേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളാവാനാണ് സാധ്യത. എനിവേസ്, അപ്പോൾ നമുക്ക് ഇഞ്ചിൻ്റെ ഫോൾട്ട് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ അറിയാം ഇവിടെ എത്ര ഫോൾട്ട് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ കാണുന്ന കണക്ക് ഇവിടെ P1604 സ്റ്റാർട്ടബിലിറ്റി ഫോൾട്ട് എന്ന് പറഞ്ഞൊരു ഫോൾട്ടാണ് വന്നേക്കുന്നത്. അത് ആക്ച്വലി ഇഞ്ചിൻ്റെ ഇഷ്യൂ കൊണ്ടാവാൻ സാധ്യത കുറവാണ്. നമ്മൾ ഇമ്മൊബിലൈസറും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു പക്ഷേ ഇമ്മൊബിലൈസറിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായാലും ഇതേപോലെ ഇഞ്ചിൻ മോഡ്യൂളിൽ ഇങ്ങനത്തെ ഫോൾട്ട്സ് കാണിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇമ്മൊബിലൈസറിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അവിടെ എന്താ ഇഷ്യൂ എന്നുള്ളത്. നമ്മൾ ബാക്ക് അടിച്ചിട്ട് നമുക്ക് ഇവിടെ ഇമ്മൊബിലൈസർ എടുത്ത് നോക്കാം. നമ്മൾ ഇമ്മൊബിലൈസറിൽ ഒറ്റ ഫോൾട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫോൾട്ട് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ട്രബിൾ കോഡ്സ്. അപ്പോൾ ഗൈസ്, ഇവിടെ കറണ്ടായിട്ട് ഒരു ഫോൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. B2784 എന്ന് പറഞ്ഞൊരു ഫോൾട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ആൻറ്റിന കോയിൽ സംഭവം ഇഷ്യൂ ഉണ്ട് എന്നുള്ളൊരു ഫോൾട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മുടെ ഇമ്മൊബിലൈസർ ആൻറ്റിന കോയിൽ. അത് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കീറിങ് ഇടുന്ന ഭാഗത്തായിട്ട് പുറകിലാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ ഒന്നിൽ ഇതിൽ കംപ്ലയിൻറ്റ് വരാം, അല്ലെങ്കിൽ ഇതിൻ്റെ വയറിങ്ങിന് കംപ്ലയിൻറ്റ് ഉണ്ടായാലും ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നേക്കാം. അതിലാണ് നമ്മൾ ഫസ്റ്റ് ആ സംഭവം അയച്ചെടുത്ത് ചെക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ വയറിങ്, അതായത് അതിൻ്റെ ഇമ്മൊബിലൈസർ യൂണിറ്റ് ആണ് ഡാഷ്ബോർഡിൻ്റെ അകത്തിരിക്കുന്നത്. ആ ഒരു സംഭവം നമ്മൾ ചെക്ക് ചെയ്തിട്ട് കറക്റ്റാക്കിയിട്ട് വേണം അടുത്ത ഒരു ഡയഗ്നോസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വയറിങ്ങും ഇതിൻ്റെ ഇമ്മൊബിലൈസർ യൂണിറ്റൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കീറിങ് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊരു 2011 മുതൽ ഇറങ്ങിയിരിക്കുന്ന ഇന്നോവയാണ്. ഇതിന് ഈ ഒരു കീറിങ്ങിന് ഇച്ചിരി വില കൂടുതലുണ്ട്. ഇതിൻ്റെ മുന്നേ ഉള്ള വേരിയൻസിന് ഇച്ചിരി കോസ്റ്റ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ കീറിങ്ങിൻ്റെ ആ ഒരു സെൻസർ അല്ലെങ്കിൽ ആ ഒരു ആൻറ്റിന നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ അപ്രോക്സ് ഒരു 7 രൂപയ്ക്ക് മേലെ ഒരു 7,000 അബോവ് അതിന് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ സംഭവം വേറെ ഒരെണ്ണം പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ വീണ്ടും ഒന്ന് സ്കാൻ ചെയ്തിൻ്റെ എറേഴ്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാണുന്ന പോലെ എറർ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇഗ്നീഷൻ കീ ഓൺ ആക്കുമ്പോൾ മുന്നേ ആ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്ന സെക്യൂരിറ്റി ലൈറ്റ് ഇവിടെ കെട്ടുപോയിട്ടുണ്ട്. വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങും ഇവിടെ പഴയ പോലെ നോർമലി വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. സെക്കൻഡ് കീ ഉള്ള വണ്ടിയാണെങ്കിൽ സെക്കൻഡ് കീ ഇട്ട് ഇതേപോലെ സ്റ്റാർട്ടിങ് ഓക്കെ ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവം പക്കയാണ്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഈ ഒരു ചാനലും ഇതിൻ്റെ കണ്ടൻസ് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. നമുക്ക് വീണ്ടും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.